മാസപ്പടി കേസിൽ CMRL തിരിച്ചടി. ശശിധരൻ കർത്ത ഇഡിക്ക് മുന്നിൽ ഹാജരാകണമെന്ന് ഹൈക്കോടതി. ഇഡി അന്വേഷണത്തിൽ ഇടപെടാനാകില്ലെന്നും കോടതി. മാസപ്പടി കേസിലെ ഇഡി അന്വേഷണത്തിൽ ഇടപെടാനാവില്ലെന്ന് കോടതി വ്യക്തമാക്കിയിരിക്കുകയാണ്. ഹൈക്കോടതി അതിശക്തമായി നിലപാട് പറഞ്ഞതോടെ വരും ദിവസങ്ങളിൽ ഈ വിഷയത്തിൽ ആരൊക്കെ ഉത്തരം പറയേണ്ടി വരും. CMRL MD ശശിധരൻ കർത്ത തിങ്കളാഴ്ച ഇഡിക്ക് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നും കോടതി നിർദ്ദേശിച്ചു. ഇഡി സമൻസിലെ തുടർ നടപടികൾ തടയണമെന്നാവശ്യപ്പെട്ട് ശശിധരൻ കർത്ത ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഈ ഹർജിയിലാണ് ഹൈക്കോടതിയുടെ നിർണായക വിധി. ഇന്നലെയാണ് CMRL MD ശശിധരൻ കർത്തയ്ക്ക് ഇഡി സമൻസ് അയച്ചത്. ഇഡിയുടെ വാദങ്ങൾ കൂടി പരിഗണിച്ചാണ് ഹൈക്കോടതി ഹർജി തള്ളിയത്. നേരത്തെ ഫിനാൻസ് ഓഫീസർമാർക്ക് ഇഡി സമൻസ് അയച്ചിരുന്നെങ്കിലും ഇവർ ചോദ്യം ചെയ്യലിന് ഹാജരായിരുന്നില്ല. പിന്നാലെയാണ് അന്വേഷണ ഏജൻസി MDക്ക് സമൻസ് അയച്ചത്. മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയന്റെ നേതൃത്വത്തിലുള്ള എക്സാലോജി കമ്പനിയും CMRLും തമ്മിലുള്ള ഇടപാടുമായി ബന്ധപ്പെട്ടാണ് കേസ്. നൽകാത്ത സേവനത്തിന് വീണ വിജയന് 1.25 കോടി രൂപ നൽകിയെന്നാണ് കണ്ടെത്തിയത്. ഈ പണം മാസപ്പടിയായി വീണയ്ക്ക് നൽകിയതാണെന്നാണ് കണ്ടെത്തൽ. 2017 36 ലക്ഷവും 2018 60 ലക്ഷവും 2019 15 ലക്ഷവും CMRL വീണ വിജയനും എക്സാലോജിക്കിനും നൽകി. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസിന്റെയും ആദായ നികുതി വകുപ്പിന്റെയും റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഇഡി കേസ് എടുത്തത്.